എന്തായാലും എന്താ പറയുക, നിങ്ങൾ തമ്മിലൊരു അത്യാവശ്യമായിട്ടൊരു തീരുമാനമെടുത്ത് ഒരു ഐക്യത്തോടെ നിങ്ങൾ ആ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ധർമ്മ സങ്കടത്തിലാക്കാതിരിക്കാനുള്ളൊരു ചുമതല നിങ്ങൾ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടെന്നും നിങ്ങൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന്. കാരണം ഇതൊക്കെ കണ്ട് ചിരിക്കാനിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അത് മറന്നാണ് നിങ്ങളിപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ മറക്കരുത്. പിന്നെ കൂടാതെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. ഇന്ന് രാത്രിയോടുകൂടി നമ്മുടെ കേരളത്തിനൊരു മുഖ്യമന്ത്രിക്ക് ഒരു പേരൊക്കെ വരുമെന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷം തന്നെ. വരുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതായത് നിങ്ങളെ വോട്ട് കൂട്ടി ജയിപ്പിച്ചത് തമ്മിലടിക്കാനല്ല, ഞങ്ങൾക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ്. ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിരിക്കുന്ന ആളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസേരയ്ക്ക് നല്ല ഉറപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം പിന്നിൽ നിന്ന് വലിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിൽ എന്തെങ്കിലും രസകരമായ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം.